അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, മാനേജിംഗ് കമ്മിറ്റിയുടെയും ഭദ്രാസന കൗൺസിലിൻ്റെയും ആരാധ്യരായ അംഗങ്ങളെ, സമാരാധ്യരെ, സ്നേഹിതരെ, പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുന്നു. അതിൻ്റെ പേപ്പർ 5 മണിക്ക് മുമ്പ് പാക്ക് ചെയ്യണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക. അല്പം മുമ്പേ ഈ വേദി വിട്ടിറങ്ങുന്നതും സദയം ക്ഷമിക്കുക. എൻ്റെ നന്നേ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ ഒരു പാട്ടുപാടി നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. ആടുകൾ മധ്യേ വടിയേന്തി ഒരുത്തൻ നിലകൊള്ളുന്നല്ലോ, പേര് പറഞ്ഞു വിളിക്കുമ്പോൾ ഓരോ നരികത്തണയുന്നു, അവയെ പാലിപ്പാൻ ഉയരും, കളയാൻ മടിയില്ലാത്തിടയ, വാണാലും നീണാൾ അതിമോദം. കേസിൽ തോറ്റുമടങ്ങിയ, ഹൈക്കോടതിയിലെ കേസിൽ തോറ്റുമടങ്ങിയ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് ദിദിയൻ ബാവായെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനം ഒരുപക്ഷെ ഏറ്റവും അന്വർത്ഥമാകുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് അടുത്തിടെ കടന്നുപോയ പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവ തിരുമേനിയെ സംബന്ധിച്ചാണ്. സഭയിലെ ഒട്ടനവധി പേരെ അദ്ദേഹം പേര് ചൊല്ലി തന്നെ വിളിക്കും. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ 4 പേര്, അൽമായരും 2 വൈദിക ശ്രേഷ്ഠരുമൊക്കെ ഇവിടെ ഉണ്ട്. ഓരോ മീറ്റിങ്ങിലും പേര് പറഞ്ഞ് എത്രയോ പേരെ വിളിക്കും, ഗുണദോഷിക്കും, ശാസിക്കും, ചിലപ്പോൾ ഇരുത്തും. പുറത്തു വെച്ച് കണ്ടാലും പേര് പറഞ്ഞ് വിളിക്കുന്ന അങ്ങനെ ഒരു ബാവാ തിരുമേനി അടുത്തിടയ്ക്കെങ്ങും ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയധികം വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്ന, വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ ഉത്സുകനായിരുന്ന ഒരു സഭാധ്യക്ഷൻ അടുത്ത കാലങ്ങളിലെങ്ങും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. നന്നേ ചെറുപ്പത്തിലൊന്നുമല്ല അദ്ദേഹം കടന്നുപോയത്, അകാലത്തിലെന്ന് പറഞ്ഞുകൂടാ. 75 വയസ്സ് പൂർത്തിയായി ദൈവസന്നിധിയിലേക്ക് മടങ്ങിയ ഒരാൾ അകാലമായി കൊഴിഞ്ഞുപോയി എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ ഒന്നോർക്കണം, അദ്ദേഹത്തിൻ്റെ 5 മുൻഗാമികളും നോനാജനേറിയൻസ് 90 വയസ്സ് പൂർത്തിയാക്കിയാണ് ദൈവസന്നിധിയിലേക്ക് മടങ്ങിയത്. ആ ഒരു ഭാഗ്യം പൗലോസ് ദിദിയൻ ബാവ തിരുമേനിക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തുന്നത് പ്രോമിസ് കൂടി കണക്കാക്കിയിട്ട് വേണം. അദ്ദേഹത്തിന് കഷ്ടിച്ച് 10.5 കൊല്ലം 11 കൊല്ലം മാത്രമേ സഭയിലെ പ്രധാന ഇടയ ശുശ്രൂഷ നിർവഹിക്കാനായുള്ളൂ. കുറെ കൂടി നീണ്ട ഒരു കാലം കിട്ടിയിരുന്നെങ്കിൽ ഏറെ നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. എല്ലാവരും എണ്ണിപ്പറയും ദേവലോകത്തിന് ആധുനിക മുഖം നൽകിയതിനെ പറ്റി. പലരും ഭയപ്പെട്ട് പിന്മാറി. സെൻട്രൽ സെക്രട്ടേറിയറ്റൊക്കെ അവിടെ പണിതു വന്നപ്പോൾ കെട്ടിടം പൂർത്തീകരിച്ചില്ല. പൂർത്തീകരിക്കാൻ ഒരുങ്ങുന്നവർക്കൊക്കെ രോഗവും മറ്റ് ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായി പിന്മാറി. പക്ഷേ സെൻട്രൽ സെക്രട്ടേറിയറ്റ് നവീകരിച്ച് പൂർത്തീകരിച്ചു. അതിൻ്റെ ചാപ്പലും പിതാക്കന്മാരുടെ കബറിടങ്ങളുമെല്ലാം നവീകരിച്ചു. കേരളത്തിലെ അശരണരായ ഒത്തിരി ക്യാൻസർ രോഗികൾക്ക് പൊതുജീവൻ നൽകാൻ ഒരു ക്യാൻസർ സെന്റർ, ഇന്റർനാഷണൽ ക്യാൻസർ സെന്റർ പടുത്തുയർത്തി. അവിടെ തൻ്റെ ആഗ്രഹം പോലെ തൻ്റെ അന്ത്യവും സംഭവിച്ചു. ഇതിൽ കൂടുതലൊക്കെ എന്തു വേണം ഒരാള് ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണലിപികളാൽ രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടി? അദ്ദേഹം വളരെയധികം നല്ല കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്തു. വ്യക്തികൾ തിരോധാനം ചെയ്താലും അവരൊക്കെ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളിലേക്ക് മറ്റാളുകൾ വരും. സർക്കസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദ ഷോ മസ്റ്റ് ഗോ ഓൺ. എന്നാൽ അങ്ങനെ പെട്ടെന്ന് നികത്തിയെടുക്കാവുന്നതല്ല പരിശുദ്ധ പിതാവിൻ്റെ വിയോഗം കൊണ്ടുണ്ടായ ആ ഒരു വാക്വം എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം.
അദ്ദേഹത്തിന്റെ വ്യക്തിത്വ സവിശേഷതകളെപ്പറ്റി 1-2 മിനിറ്റ് വീതം 3-4 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ലാളിത്യവും എളിമയും. എക്കാലവും അദ്ദേഹം പറയുമായിരുന്നു, ഞാനൊരു സാധാരണക്കാരനാണെന്ന്. സെറാംപൂർ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറൽ ബിരുദം വെച്ചു നീട്ടിയപ്പോ അതിന് ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞ് നിരസിച്ചത് ഞാനും നിങ്ങളും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ബാല്യ യൗവന കാലങ്ങളിലെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ പലയിടത്തും ഇന്റർവ്യൂകളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 4 മണിക്കും അതിനു മുമ്പേയും എഴുന്നേറ്റ് കാർഷിക വൃത്തിയിൽ മാതാപിതാക്കളെ സഹായിക്കുന്നതിനെ പറ്റി, തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ 10 രൂപ പ്രതിമാസം ഫീസ് അടയ്ക്കാനില്ലായിരുന്ന കാലഘട്ടത്തെ പറ്റി, പള്ളിയിൽ വിളക്ക് വയ്ക്കുകയും മണിയടിക്കുകയും ചെയ്താൽ 5 രൂപ ഹോസ്റ്റൽ ഫീസ് നൽകിയാൽ മതി എന്നുള്ള ഔദാര്യം സ്വീകരിച്ചതിനെ പറ്റി അദ്ദേഹം പറയുമായിരുന്നു. എവിടെയും ദാരിദ്ര്യമെന്നുള്ളത് അറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് കവി പാടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് സമൂഹത്തിലെ അധസ്ഥിതരെ, അനാഥ ബാല്യങ്ങളെയൊക്കെ തിരുമേനിക്കേറെ സ്നേഹമുണ്ടായിരുന്നത്. കിട്ടുന്നതെല്ലാം കൂട്ടിവെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ വാരിക്കോരി കൊടുത്തു, സമൃദ്ധിയായി കൊടുത്തു. എവിടെയെങ്കിലുമൊക്കെ അശരണരായ ആളുകളെ പറ്റിയൊക്കെ കേട്ടാൽ ഓടിച്ചെല്ലുമായിരുന്നു. തനിക്ക് കിട്ടുന്ന കൈമുത്തും ഋഷീസയുമൊക്കെ വാരിക്കോരി കൊടുക്കുമായിരുന്നു. അതിനൊന്നും ഒരു ലോഭവും അദ്ദേഹം കാണിച്ചില്ല. ആഡംബരങ്ങളോട് ഒരു ആസക്തിയും ഉണ്ടായിരുന്നില്ല. 2007 അദ്ദേഹം ആദ്യമായി അമേരിക്കയ്ക്ക് പോകുന്നത്. ഞാൻ ചോദിച്ചു തിരുമേനിയോട്, ആ കൂടെയല്ലെങ്കിലും ആ പരിപാടിയിൽ തന്നെ സംബന്ധിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് അമേരിക്കൻ ഭദ്രാസനം 1 ഭദ്രാസനത്തിന്റെ ആനുവൽ കോൺഫറൻസിന് പോകുമ്പോൾ ഞാൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി മേൽപ്പട്ടക്കാരനായിട്ട് 10-20 വർഷമായില്ലേ, ഇതുവരെ എന്താണ് ഈ അമേരിക്കൻ വൻകരയിലേക്കൊന്ന് വരാഞ്ഞത്? എല്ലാവരും ഇവിടൊക്കെ വന്ന് വിവിധ ഇടവകളിലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമല്ലോ, തിരുമേനി എന്താണ് ഇങ്ങോട്ട് ഇതുവരെ കടന്നു വരാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ നിയോഗിച്ചിരിക്കുന്നത് കുന്നംകുളം ഭദ്രാസനത്തിലേക്കാണ്. അതിന്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഇപ്പോ ഞാൻ നിയുക്ത കാതോലിക്കയായി, സഭയുടെ പൊതുവായ ആളായി. അതുകൊണ്ട് അവർ വിളിച്ചു, ഞാൻ വന്നു, അത്രമാത്രം. അന്ന് ഞങ്ങൾക്കൊക്കെ താമസിക്കാൻ ബഹുമാനപ്പെട്ട ജോർജ് ഓണച്ചനെ പോലെയുള്ള ആളുകൾ ഫ്ലോറിഡയിലുമൊക്കെ ആഡംബര ഹോട്ടലുകളാണ് ബുക്ക് ചെയ്തിരുന്നത്. ബാവാ തിരുമേനി അവിടെ എങ്ങും തങ്ങില്ല, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് ഏതെങ്കിലും ദേവാലയത്തിന്റെ പാഴ്സനേജ് മതി, അച്ഛന്മാരുടെ വസതികളോടനുബന്ധിച്ചുള്ളൊരു കുടുസുമുറി മതി. ഞാൻ ഒരിക്കൽ ബാവാ തിരുമേനിയുടെ കൂടെ ദേവലോകത്ത് നിൽക്കുമ്പോഴാണ് ന്യൂയോർക്കിൽ നിന്നൊരു കോള് വരുന്ന ഒരു അച്ഛൻ. അവിടെയുള്ളൊരു ദേവാലയത്തിൽ പെരുന്നാളിനോ ജൂബിലിക്കോ ഒക്കെ ചെല്ലുകയാണ് ബാവാ തിരുമേനി. തിരുമേനിയോട് പറയുന്ന, തിരുമേനിക്ക് താമസിക്കാൻ ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തിരുമേനി മറുപടി പറയുന്നു, എൻ്റെ ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തേര്. ഒന്നുകിൽ ഭദ്രാസന കേന്ദ്രത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങളിൽ, അവിടൊക്കെ ഞാൻ താമസിച്ചോളാം. അല്ല, നിങ്ങൾക്ക് ഹോട്ടലിലെ താമസിപ്പിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേരെ എന്ന് പറയുന്നത് നേരിട്ട് കേട്ടവനാണ് ഞാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആഡംബരങ്ങളോടൊന്നും ഒരു ഭ്രമവും ഉണ്ടായിരുന്നില്ല എന്നുറപ്പിച്ച് പറയാൻ സാധിക്കും. താൻ വെറും സാധാരണക്കാരനാണെന്നുള്ളൊരു വിനീത ഭാവം, അത് തീർച്ചയായും നമ്മളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ്. 2, മുഖാവരണങ്ങളില്ലാതിരുന്ന പിതാവായിരുന്നു അദ്ദേഹം. ഇന്ന് മുഖാവരണങ്ങളുടെ കാലമാണല്ലോ. ഞാനും ഈ സംസാരിക്കേണ്ട വേളയിൽ മാത്രമാണ് മുഖാവരണം മാറ്റിയത്. നമ്മളെല്ലാവരും മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന മുഖത്ത് സ്ഫുരിക്കുന്നത് ക്രോധമാണോ, പുച്ഛമാണോ, സഹതാപമാണോ ആരും അറിയില്ല. കാരണം മുഖാവരണങ്ങൾക്ക് പിന്നിലാണ് നമ്മളൊക്കെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലെറ്റ് യുവർ യെസ് ബി യെസ് ആൻഡ് നോ നോ. നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ.
ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ആരോടും പറയുന്ന കാര്യങ്ങളിൽ മിൻസിങ് ഓഫ് വേർഡ്സ്, എന്തിനെങ്കിലും ഒന്ന് സൗമ്യമായി ഒന്ന് സോപ്പിട്ട് സംസാരിക്കുക എന്നുള്ള പതിവൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഉള്ളതുപോലെ പറയും, ആരുടെയും മുഖത്ത് നോക്കി പറയും, പറയേണ്ടതൊക്കെ ഒരു ഒളിവുമില്ലാതെ പറയും. കാപട്യമില്ലായിരുന്നു. സെവറിസിമേനി ഉപയോഗിച്ച വാക്ക് അന്വർത്ഥമാണ്, ട്രാൻസ്പെറൻസി. പരിഷ്കൃത സമൂഹത്തിന്റെ കാപട്യത്തെ പറ്റി നൈജീരിയൻ കവി ഗബ്രിയേൽ ഒക്കാറ പാടിയിട്ടുണ്ട് വൺസ് അപ്പോൺ എ ടൈം എന്ന പ്രശസ്തമായ കവിതയിൽ. നമ്മളൊക്കെ പരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് ഒത്തിരി കപടാഭിനയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. വഴിക്ക് നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തൻ നമ്മുടെ നേരെ വന്നാലും നമ്മൾ പറയും ഗ്ലാഡ് ടു മീറ്റ് യു എന്ന്. 1-2 ആഴ്ച നമ്മുടെ വീട്ടിൽ അതിഥിയായി വന്ന് പാർത്തിട്ട് ഈ പൊല്ലാപ്പ് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയെന്ന് വിചാരിക്കുന്ന ആള് പോകാൻ നേരത്തെ നമ്മൾ പറയും കം അഗെയിൻ എന്ന്. പുറം പല്ലുകൊണ്ട് ചിരിക്കും, അകം പല്ലുകൊണ്ട് ഞറുമ്പും. ഇങ്ങനെയുള്ള ആളുകളാണ് ഇന്നത്തെ പുതിയ വിദ്യാഭ്യാസവും പുതിയ സംസ്കാരവും നമ്മളെയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗബ്രിയേൽ ഒക്കാറ പാടിയിട്ടുണ്ട്. ആ കൂടെയൊന്നും പെടുത്താവുന്ന വ്യക്തിത്വമല്ലായിരുന്നു ബാവ തിരുമേനിയുടേത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ഗ്രാമീണ നിഷ്കളങ്കത, അതിൻ്റെ വശ്യത എക്കാലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 3, നിലപാടുകളിൽ ഉറച്ചു നിന്ന പച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം. അഭിപ്രായ സ്ഥിരത അത് നമുക്ക് പലർക്കുമില്ല. അവസരവാദികളായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കാനാണ് മിക്കവർക്കും താല്പര്യം. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ബെന്യാമീൻ ബാവ തിരുമേനി കാലം ചെയ്ത് കഴിഞ്ഞ് എഴുതിയ ഒരു കുറിപ്പ് ഞാൻ സശ്രദ്ധം വായിച്ചു. ബെന്യാമീൻ നമ്മുടെ സഭാംഗമാണ് എന്നുള്ളതിൽ നമുക്ക് തീർച്ചയായും അഭിമാനവും സന്തോഷവുമുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പരുമല പെരുന്നാളിന് ശേഷം പരുമലയിൽ കൂടിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മഹത് സമ്മേളനത്തിൽ ബാവ തിരുമേനി അധ്യക്ഷനായിരുന്നു. ബെന്യാമീൻ മുഖ്യാതിഥിയായിരുന്നു. അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വേദിയിൽ അന്നുണ്ടായിരുന്നു. ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ബാവ തിരുമേനി കാലം ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയ കുറിപ്പെഴുതി. അതിലെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നത് അദ്ദേഹത്തിന് ബാവ തിരുമേനിയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടറിയാനായിട്ടാണ്. പച്ചയായ മനുഷ്യനെന്ന് പലരെക്കുറിച്ചും പറയാറുണ്ട്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരാൾ എന്നായിരുന്നു അദ്ദേഹത്തെ കണ്ട നിമിഷങ്ങളിൽ, സംസാരിച്ചിട്ടുള്ള അവസരങ്ങളിലെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത്. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിലകൊണ്ട ഒരു പച്ച മനുഷ്യൻ. അതിൽ നിൽക്കാൻ അദ്ദേഹം ആരെയും കൂസിയില്ല, ആരെയും വകവെച്ചു കൊടുത്തതുമില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന്റെ അന്ത്യത്തോളം അത് നിലനിർത്തി എന്നാണ് എൻ്റെ ബോധ്യം. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ ബാവ തിരുമേനിയെ പറ്റി നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ ആടുജീവിതം പോലെയുള്ള ശ്രദ്ധേയങ്ങളായ അനവധി നോവലുകൾ എഴുതിയ ബെന്യാമീൻ എത്ര സത്യസന്ധമായിട്ടാണ് ബാവ തിരുമേനിയെ വിലയിരുത്തിയിരിക്കുന്നത് എന്ന് ഓർക്കുക. 2017 സുപ്രധാനമായ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലും ഒക്കെ പറഞ്ഞു, മാനേജിംഗ് കമ്മിറ്റിയിലും പറഞ്ഞു, വേണമെങ്കിൽ ഐ ക്യാൻ ഗെയിൻ ഈസി പോപ്പുലാരിറ്റി. ഇവിടെ എല്ലാവരും ഇങ്ങോട്ട് പോരെ എന്നും പറഞ്ഞ് സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നതെന്ന് പറഞ്ഞ് കുറെ കാപട്യമൊക്കെ ഞാൻ കാണിച്ചാൽ എനിക്ക് പ്രശസ്തനാവാം. എൻ്റെ കാലത്താണ് സമാധാനമുണ്ടായതെന്ന് എഴുതപ്പെടും. പക്ഷെ അതെനിക്ക് വേണ്ട. ഇവിടെ ഉണ്ടാവേണ്ടത് ശാശ്വത സമാധാനമാണ്. ഇവിടെ ഇനി വരേണ്ടത് ഒരു വ്യവഹാരരഹിത മലങ്കര സഭയാണ്. അവസാനം വരെ
ആ വിശ്വാസത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു മീറ്റിങ്ങിൽ, തിരുമേനി, ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം യോജിപ്പിനുള്ള സാധ്യതകളെപ്പറ്റി നമ്മളൊന്ന് ആരായേണ്ടതില്ലേ എന്ന്. ഉറച്ച മറുപടിയാണ് ഉടനെ വന്നത്. അസ്തമന ബിന്ദുവിൽ തന്റെ അധികാരമെത്തി എന്ന് സുപ്രീം കോടതി വരെ എഴുതി വച്ചിരിക്കുന്ന പാത്രിയർക്കീസിനെ ഈ മലങ്കര സഭയുടെ തലയിൽ കൊണ്ട് ഇനിയും ഇറക്കി വെക്കണമെന്നാണോ സാറ് പറയുന്നത്? എന്റെ നാവിറങ്ങിപ്പോയി എന്ന് പറയേണ്ടതില്ലല്ലോ. പരുമല അദ്ദേഹം ക്യാൻസർ ട്രീറ്റ്മെന്റിന് പോയപ്പോ പലരും നെറ്റി ചുളിച്ചു. എല്ലാരും പറഞ്ഞു, രാഷ്ട്രീയക്കാരൊക്കെ ഒരു ചെറിയ പനി വന്നാൽ അമേരിക്കയിലേക്കാ പോകുന്ന തിരുമേനി, ഇവിടെ തിരുമേനിയെ കൊണ്ടുപോകാൻ ആളും അർത്ഥവും സഭയ്ക്കുണ്ടല്ലോ. അമേരിക്കയിൽ പോണോ, UK പോണോ, യൂറോപ്പിൽ പോണോ, എവിടെയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. തിരുമേനിയുടെ മറുപടി ധീരമായിരുന്നു, ഉറച്ചതായിരുന്നു. ഞാനിവിടം വിട്ടെങ്ങോട്ടും പോവില്ല. പരുമല പുണ്യവാന്റെ സന്നിധി വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അത് എന്റെ മാത്രം തീരുമാനമാണ്. ഇതായിരുന്നു അഭിപ്രായങ്ങളിലെ അദ്ദേഹത്തിന്റെ സ്ഥൈര്യം. ഏറ്റവും ഒടുവിൽ പ്രാർത്ഥന മല്ലനായിരുന്നു അദ്ദേഹം എന്നുള്ളത് അധികം പേർക്ക് ബോധ്യമുള്ള കാര്യമായിരുന്നില്ലല്ലോ. ഞാലിയാവഴി ദയറായിലെത്തി ദിവസങ്ങളോളം മൗനവ്രതത്തിലിരിക്കുന്നതൊക്കെ നമുക്ക് അറിയാം. അതെങ്ങനെ സാധിക്കുന്നു എന്ന് അത്ഭുതം കൂറിയിട്ടുള്ളവരുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ കത്തോലിക്കരുടെ മിണ്ടാമഠങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. ഈ മിണ്ടാമഠങ്ങളിലെ കന്യാസ്ത്രീകൾ, സന്യാസിനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിയാടില്ല. അത്യാവശ്യം വല്ലതുമുണ്ടെങ്കിൽ ബാവാ തിരുമേനി പല സമയങ്ങളിലും, പ്രത്യേകിച്ച് ഞാലിയാവഴി ദയറായിൽ അദ്ദേഹം വന്ന് താമസിക്കും, മൗനവ്രതം അനുഷ്ഠിക്കും. ഈവാനിയോസ് തിരുമേനിക്കും വളരെ സന്തോഷമായിരുന്നു അതിൽ. ഞാൻ ഈവാനിയോസ് തിരുമേനിയെ കാണാൻ വല്ലപ്പോഴുമൊക്കെ കയറി ചെല്ലും. ചിലപ്പോൾ ഇച്ചിരി ഒച്ചയെടുത്തൊക്കെ സംസാരിക്കും. ഒരു ദിവസം ചെന്നു, എന്തുകൊണ്ട് ഉറക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തിരുമേനി ചുണ്ടിന്മേൽ വിരൽ വെച്ച് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ശബ്ദിക്കരുത്, ഭാവ ഇവിടെ ഉണ്ട്, മൗനവ്രതത്തിലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുകൂടി അതിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ ബാവാ തിരുമേനി പാലിച്ചു. ആളുകൾക്ക് മുമ്പിൽ വിളങ്ങാനുള്ള പ്രാർത്ഥനയായിരുന്നില്ല, ആരെയും കാണിച്ചു ബോധ്യപ്പെടുത്താനുള്ള പ്രാർത്ഥനാ ജീവിതവും കൗദാശിക നിഷ്ഠകളുമായിരുന്നില്ല അത്. പക്ഷേ കേൾക്കേണ്ടവൻ ഉയരങ്ങളിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഷേക്സ്പിയർ പാടിയിട്ടുണ്ട്, അണീസി ലൈസ് ദ ഹെഡ് ദാറ്റ് വെയേഴ്സ് ദ ക്രൗൺ. കിരീടം വച്ചിരിക്കുന്ന തലയ്ക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. അദ്ദേഹത്തിന് ഒരിക്കലും സ്വസ്ഥത കിട്ടിയില്ല ഈ 10-11 വർഷങ്ങൾക്കിടയിൽ. എന്നുമെന്നും തീക്കനലുകളിൽ കൂടി നടന്നു പോവുകയായിരുന്നുവെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ആ സമയത്തും സഭയാണ് പ്രധാനം, ഞാനല്ല, വ്യക്തിയല്ല, സഭയാണ് പ്രധാനം എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരുന്നത്. സദസ്യവാക്യങ്ങൾ 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സങ്കീർത്തനങ്ങളിലും, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ആ പുണ്യപിതാവിൻ്റെ ഓർമ്മ നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദായകമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.